അക്ബറിന്റെയും ബിർബലിന്റെയും പല കഥകൾ നമ്മൾ കാതികയിലൂടെ കേട്ടിട്ടുണ്ട്. ഇന്ന് അക്ബറിന്റെയും ബിർബലിന്റെയും മറ്റൊരു രസകരമായ കഥയാണ് കാതികയിൽ പറയുന്നത്. കാതികയുടെ ഇന്നത്തെ കഥയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ പല മന്ത്രിമാരുണ്ടായിരുന്നു. അതിൽ അക്ബറിന് ഏറ്റവും പ്രിയപ്പെട്ടത് ബിർബലിനെയായിരുന്നു. അത് മറ്റ് മന്ത്രിമാർക്ക് അത്രയ്ക്ക് രസിച്ചില്ല. അവർക്കത് ഇഷ്ടമായിരുന്നില്ല. എന്ത് കാര്യത്തിനും ബിർബലിനോട് പറയുന്നു. മറ്റ് മന്ത്രിമാർക്ക് അവസരം കിട്ടുന്നില്ല. അവര് എങ്ങനെയെങ്കിലും ബിർബലിനെ അവിടുന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചു. ബിർബൽ പോയി കഴിഞ്ഞാൽ അവർക്ക് സുഖമായിട്ട് കൊട്ടാരത്തിൽ കഴിയാമല്ലോ. അതിനായിട്ട് അവര് ഒരു സൂത്രം ആലോചിച്ചു. അവസാനം അവർക്ക് ഒരു പ്ലാൻ അവർ കണ്ടുപിടിച്ചു. അത് ചെയ്യാനായി അവര് ആ കൊട്ടാരത്തിലെ ബാർബറിനെ കൂട്ടുപിടിച്ചു. ബാർബർ എന്ന് പറഞ്ഞാൽ അക്ബർ ചക്രവർത്തിയുടെ മുടിവെട്ടാനും ഷേവ് ചെയ്യാനുമായി വരുന്ന ആള്. അവരും ബാർബറും ചേർന്ന് ഒരു പ്ലാൻ ചെയ്തു. പതിവ് പോലെ അടുത്ത ദിവസം ബാർബർ ഷേവ് ചെയ്യാനായി അക്ബർ മഹാരാജാവിന്റെ അടുത്തെത്തി. ഷേവ് ചെയ്യുന്നതിനിടെ ബാർബർ അക്ബർ മഹാരാജാവിനെ പുകഴ്ത്തി പറയാൻ തുടങ്ങി. തങ്ങളുടെ മുടി നല്ല രസമുള്ളതാണെന്നും തങ്ങൾ വളരെ ദയാലുവാണെന്നും എല്ലാം പറയാൻ തുടങ്ങി. അതൊക്കെ കേട്ടപ്പോൾ അക്ബർ മഹാരാജാവിന് സന്തോഷമായി. അവസാനം ആ ബാർബർ പറഞ്ഞു, എല്ലാം ശരിയാണ്, പക്ഷേ നിങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്യണമായിരുന്നു മഹാരാജാവേ. മഹാരാജാവ് ചോദിച്ചു, എന്താണത്, പറയൂ, അതും നാം ചെയ്തേക്കാം. ആ ബാർബർ പറഞ്ഞു, അങ്ങയുടെ മുത്തച്ഛന്മാർക്ക് സുഖമാണോ എന്ന് ഒരിക്കലും അന്വേഷിച്ചിട്ടില്ല. അത് ഞാനെങ്ങനെ അന്വേഷിക്കും? അവർ മരിച്ചുപോയിട്ട് വർഷങ്ങളായില്ലേ? അക്ബർ മഹാരാജാവ് പറഞ്ഞു. അതിന് വഴിയുണ്ട് മഹാരാജൻ. എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് പറഞ്ഞാൽ അവര് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരും. അതിൽ പോയി കഴിഞ്ഞാൽ മുത്തശ്ശനെയും മുതുമുത്തശ്ശനെയും കണ്ട് അവർക്ക് സുഖമാണോ എന്ന് അന്വേഷിച്ചിട്ട് തിരിച്ചു വരാൻ കഴിയും. ഓഹോ, അങ്ങനെയോ? അക്ബർ മഹാരാജ് ചോദിച്ചു. എങ്കിൽ എനിക്കത് പറഞ്ഞു തരൂ. തീർച്ചയായിട്ടും എനിക്ക് എന്റെ മുത്തശ്ശന്റെയും മുതുമുത്തശ്ശന്റെയും സുഖ സൗകര്യങ്ങൾ അന്വേഷിക്കണം. അതിന് നമുക്ക് നല്ലൊരാളെ വേണം വിടാൻ. നമുക്ക് ബിർബലിനെ വിട്ടാലോ? ബിർബലാകുമ്പോൾ നല്ല മിടുക്കനും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പ്രാപ്തിയുള്ളവനുമാണ്. അക്ബർ മഹാരാജാവ് തലയാട്ടി സമ്മതിച്ചു. എവിടെയാണ് ഈ സ്ഥലം? ഇത് എളുപ്പമാണ് മഹാരാജൻ. ഈ കൊട്ടാരത്തിന് കുറച്ചപ്പുറം ഒരു തുരങ്കമുണ്ട്. അതിലേക്ക് നമുക്ക് ബിർബലിനെ ഇറക്കിവിടണം. ഇറക്കിവിട്ട് കഴിഞ്ഞിട്ട് ആ തുരങ്കത്തിലേക്ക് തീയിടണം. തീയിട്ട ശേഷം ബിർബൽ ഏതാനും ശ്ലോകങ്ങൾ പറയണം. അത് പറഞ്ഞു കഴിഞ്ഞാൽ ബിർബലിന് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയും. മുത്തച്ഛനെയും മുതുമുത്തച്ഛനെയും കണ്ടു കഴിഞ്ഞ് തിരിച്ചു വരാനും കഴിയും. അക്ബർ മഹാരാജാവ് സമ്മതിച്ചു. ഉടൻ ബിർബലിനെ വിളിക്കുകയും ചെയ്തു. ബിർബലിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ബിർബൽ ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു, ഞാൻ പോവാം മഹാരാജൻ. അങ്ങയുടെ മുത്തശ്ശനെയും മുതുമുത്തശ്ശനെയും കണ്ടിട്ട് ഞാൻ തീർച്ചയായിട്ടും തിരിച്ചു വരാം. പക്ഷേ അവിടെ പോയിട്ട് തിരിച്ചു വരാൻ കുറെ സമയമെടുക്കും. അതുകൊണ്ട് എന്റെ കുടുംബത്തിന് കഴിയാനായി കുറച്ച് അധികം പൈസ മഹാരാജൻ ഇപ്പോൾ തന്നെ തരണം. അതിനെന്താ ബിർബൽ, അത് തരാം. അക്ബർ മഹാരാജാവ് ബിർബലിന്റെ കുടുംബത്തിന് കഴിയാനായി നിറയെ പൈസയും കൊടുത്തു. ബുദ്ധിമാനായ ബിർബലിന് കെണി മനസ്സിലായി. ഒരു കുഴിക്കകത്ത് ഇറങ്ങിക്കഴിഞ്ഞ് തീയിട്ട് കഴിഞ്ഞാൽ എന്തു പറ്റും? നമ്മൾ വെന്ത് മരിച്ചു പോവും. ബിർബൽ എന്ത് ചെയ്തു? ബിർബലിനറിയാവുന്ന കുറെ ആൾക്കാരെ വിളിച്ചു. എന്നിട്ട് ആ തുരങ്കത്തിൽ നിന്ന് ബിർബലിന്റെ വീട്ടിലേക്ക് ഒരു കുഴി കുഴിച്ചു. അതായത് ബിർബലിനെ ഈ കുഴിയിലേക്ക് ഇറക്കി വിടുമ്പോൾ തീ വെക്കുന്നതിന് മുന്നേ ബിർബലിന് ഓടി ബിർബലിന്റെ വീട്ടിൽ കയറാൻ കഴിയും. അങ്ങനെ ആ ദിവസം വന്നു. ബിർബലിനെ അവരെല്ലാരും കൂടെ കുഴിയിലിറക്കി തീ വെച്ച് അടച്ചു. ബിർബൽ ആ തുരങ്കത്തിലൂടെ രക്ഷപ്പെട്ട് തന്റെ വീട്ടിലെത്തി. അതാരും അറിഞ്ഞില്ല. ബിർബൽ തന്റെ വീട്ടിൽ 3 മാസം കഴിഞ്ഞുകൂടുകയും ചെയ്തു. ബിർബലിനെ കാണാതിരുന്നപ്പോൾ കൊട്ടാരത്തിലെ മന്ത്രിമാർക്ക് സന്തോഷമായി. ഹോ, അവൻ ആ തുരങ്കത്തിൽ മരിച്ചു കാണും. ഇനി വരാൻ ഒരു വഴിയുമില്ല. അവർ കൊട്ടാരത്തിൽ സുഖമായി കഴിയുകയായിരുന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ മഹാരാജാവിനെ കാണാൻ സമയമായി എന്ന് ബിർബലിന് തോന്നി. ബിർബൽ മഹാരാജാവിനെ കാണാനെത്തി.
താടിയും മീശയും വളർത്തിയ ബിർബലിനെ കണ്ടപ്പോൾ മഹാരാജാവിന് അതിശയം തോന്നി. ഇത്രയും പെട്ടെന്ന് പോയിട്ട് വന്നോ ബിർബൽ? മഹാരാജാവ് ചോദിച്ചു. ഞാൻ പോയിട്ട് വന്നു മഹാരാജൻ. ഞാൻ അങ്ങയുടെ അച്ഛനെയും മുത്തശ്ശന്മാരെയും എല്ലാം കണ്ടു. എല്ലാവരും സുഖമായി ഇരിക്കുന്നു. പക്ഷെ അവർക്ക് ഒരേ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. അതെന്താ ബിർബൽ? പറയൂ. അതും ഞാൻ നടത്തിത്തരാം. മഹാരാജൻ കണ്ടില്ലേ, എന്റെ മീശയും താടിയും എത്ര അധികം വളർന്നിരിക്കുന്നു. അവരുടെ മീശയും താടിയും ഇതിലേറെ വളർന്നിരിക്കുന്നു. അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് അവിടെ ജീവിക്കാൻ. അവർക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് ഒരു ബാർബറയാണ്. അവരുടെ മീശയും താടിയും എന്നും വെട്ടാനും മുടി വെട്ടാനും ഒരു ബാർബറയാണ് അവർക്ക് ആവശ്യം. നമുക്ക് ഇവിടുത്തെ ബാർബറെ അങ്ങോട്ട് എത്രയും പെട്ടെന്ന് അയക്കണം. അയച്ചു കഴിഞ്ഞാൽ അവർക്ക് വളരെ സന്തോഷമാകും. അക്ബർ മഹാരാജാവ് പറഞ്ഞു. ബിർബൽ പറഞ്ഞ പോലെ നമുക്ക് ഇവിടുത്തെ ബാർബറെ അയക്കാം. ഇതെല്ലാം കേട്ട് ആ ബാർബർ മിണ്ടാതിരുന്നു. അദ്ദേഹത്തിന് പേടിയായി. ഒന്നും മിണ്ടാൻ കഴിയില്ല. എന്തു ചെയ്യാം? അയാൾ തന്നെ കുഴിച്ച കെണിയിൽ അയാൾ തന്നെ വീണു. പിറ്റേ ദിവസം ആ തുരങ്കത്തിലേക്ക് ആ ബാർബറിനെ ഇറക്കി വിട്ടു. തീയും വെച്ചു. ബാർബർ ആ തീയിൽ വെന്ത് മരിക്കുകയും ചെയ്തു. കൂട്ടുകാർ കേട്ടില്ലേ? ബിർബലിനെ കൊടുക്കാനായി എത്ര കെണികൾ ഒരുക്കിയാലും നമ്മുടെ ബിർബൽ അതിൽ നിന്ന് രക്ഷപ്പെടും. മറ്റൊരു കഥയുമായി കാതിക മറ്റൊരു ദിവസം. കഥകൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ കഥ കേൾക്കാനായി കാതികയും ആഗ്രഹിക്കുന്നു. നന്ദി.